എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ കണ്ടു ഇന്ന് ഓണാഘോഷം ആടിത്തിമിർക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ, അല്ലേ? കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു എറണാകുളത്ത് ഇലാഹിയ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലെ ഒരു വലിയ KSRTC ബസ് എടുത്തിട്ട് അതിൽ കുറേ പെൺകുട്ടികളുമായി വന്നൊക്കെ നമ്മൾ ഓണാഘോഷം നടത്തുന്നു. പക്ഷേ അതും കഴിഞ്ഞ് പല ആളുകളും ഓണാഘോഷം നടത്തുമ്പോൾ പല ഉസ്താദന്മാർ പറഞ്ഞു, ചിന്തകർ പറഞ്ഞു, ഒരുപാട് ആളുകൾ പല വീഡിയോസുകളൊക്കെ നമ്മൾ കണ്ടിരുന്നു, മക്കളെ ഓണാഘോഷം അതിര് വിടരുത് എന്ന്. പല ആളുകളും അത് പറയുമ്പോൾ അവരെ കളിയാക്കിയവരുണ്ട്, കുറ്റപ്പെടുത്തിയവരുണ്ട്. ഓണമല്ലേ, ആഘോഷിക്കേണ്ടതല്ലേ, കേരളത്തിലാകെ വരുന്ന ഉത്സവമല്ലേ, കേരളത്തിൻ്റെ ഉത്സവമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ആര് തന്നെ എങ്ങനെ കളിയാക്കിയാലും കഴിഞ്ഞ ദിവസം പുറത്തു വന്ന സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയുണ്ടായിരുന്നു. ഒരു സ്ഥാപനത്തിൽ ഒരു 17 വയസ്സുള്ള +2 പഠിക്കുന്ന ഒരു കുട്ടി, അല്ലേ, ഒരു ചെറുപ്പക്കാരൻ, അവർ കള്ള് കുടിച്ചു ഈ ഒരു ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട്. എന്നിട്ട് കൂട്ടുകാരെല്ലാവരും എടുത്തിട്ട് അവനെ കൊണ്ടുപോയത് ബസ് സ്റ്റോപ്പിലിട്ടിട്ട് അവർ പോയി. പിന്നീട് ആ ചെറുപ്പക്കാരുടെ ക്ഷീണം കൂടി, അസുഖങ്ങളും ക്ഷീണങ്ങളും മറ്റും വന്നു. അവസാനം ഹോസ്പിറ്റലിലാക്കി. ഇപ്പം ചെറുപ്പക്കാരന് കുഴപ്പമൊന്നുമില്ല എന്നാണ് കേൾക്കുന്നത്. പക്ഷേ നമ്മൾ പല ആളുകളും പലതും പറയുമ്പോഴും ഇതിനൊക്കെ കുറ്റപ്പെടുത്തുന്ന, കളിയാക്കുന്ന പല ആളുകളാണ്, അല്ലേ? എന്നാലോ ഇങ്ങനെയുള്ള ആഘോഷങ്ങളെ അതിര് കടന്ന് പല പ്രവർത്തനങ്ങളും മറ്റും ചെയ്യുമ്പോൾ ഇന്ന് വലിയ അപകടങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ മക്കളുടെ പക്ഷത്ത് നിന്ന് വരുന്നത് എന്ന് ഒരു മാതാപിതാക്കൾ പോലും ചിന്തിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഒന്ന് ആലോചിച്ച് നോക്കൂ എൻ്റെ പ്രിയമുള്ളവരെ. ആ മദ്യപിച്ചത് ആ ഉമ്മയ്ക്ക് ചിലപ്പോൾ അറിയണമെന്നില്ല, വാപ്പയ്ക്ക് ചിലപ്പോൾ അറിയണമെന്നില്ല. പക്ഷേ ആ മദ്യപിച്ചുകൊണ്ട് ആ പ്രിയപ്പെട്ട പൊന്നുമോന് ആ വീട്ടിലേക്ക് കയറി വരുമ്പോൾ കണ്ണ് നിറഞ്ഞു പോകൂലേ ഉമ്മാൻ്റെ, ആ വാപ്പാൻ്റെ കൽബൊന്ന് പിടഞ്ഞു പോകൂലേ? കാരണം എന്തുകൊണ്ടാണ്? എൻ്റെ മകൻ ഒരിക്കലും ഇങ്ങനെയായിട്ടാണ് എൻ്റെ മുമ്പിലേക്ക് വരുന്നത് എന്ന് ആ പ്രിയപ്പെട്ട ഉമ്മ ചിന്തിക്കില്ല, വാപ്പയ്ക്കറിയില്ല. പക്ഷേ മകൻ്റെ ജീവിതത്തിലുള്ള ഓരോ പ്രവർത്തനങ്ങൾ കണ്ടാൽ ആ ഉമ്മയും ബാപ്പയും തകർന്നു പോകും. പല വിഷയങ്ങളുമായിട്ട് ഇതുപോലെ ലഹരിയും മറ്റുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന പല ചെറുപ്പക്കാരുടെയും വാപ്പയും ഉമ്മയും നമ്മുടെയൊക്കെ ബന്ധപ്പെട്ടിട്ട് പല കാര്യങ്ങൾ പറയുന്ന കേൾക്കുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ കണ്ണ് നിറഞ്ഞു പോകാറുണ്ട്. കാരണം അവരുടെ സങ്കടം, അവരുടെ പ്രതീക്ഷ, അവരുടെ എല്ലാം ഈ പ്രിയപ്പെട്ട പൊന്നുമക്കളായിരിക്കും. അവരുടെ ജീവിതത്തിൽ ഞങ്ങൾക്കൊരു സങ്കടം വരുമ്പോൾ, ഞങ്ങൾക്കൊരു പ്രയാസം വരുമ്പോൾ, രോഗം വരുമ്പോൾ ഞങ്ങളെ താങ്ങി നിർത്തേണ്ട മക്കളാണല്ലോ ഇവർ എന്നവർ കണ്ണീരോടെ പറയുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ സങ്കടപ്പെടാറുണ്ട്. നമ്മുടെ മക്കൾ പോകുന്ന വഴികളും മറ്റും നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ ശൈലികളും അവരുടെ സംസാരങ്ങളും അവരുടെ നോട്ടങ്ങളും നമ്മൾ നോക്കുന്നതും ചിന്തിക്കുന്നതും നമ്മൾ പറയുന്നതും അവരുടെ മൈൻഡിലേക്ക് വരുത്താൻ നമ്മളെ കൊണ്ട് കഴിയണം. അതാണ് യഥാർത്ഥത്തിലെ രക്ഷിതാവ്. നമ്മൾ പറയാണ്, ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് പോണതല്ലേ. വാപ്പ എന്നോട് ചിന്തയിലും പറഞ്ഞ വാപ്പ പറയുന്നത്, ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് പോണതല്ലേ. ഉമ്മാനോട് പറഞ്ഞാൽ എന്താ പറയുക, ഓനെങ്ങനെ പോകും, ഓനക്കൊരു കുഴപ്പമൊന്നുമില്ല, ഓനെന്നിങ്ങനെ വരും, ഓനാരോ കുടുക്കിയതാന്ന് പറയും. നമ്മൾ കൊടുക്കണമെങ്കിലും കൊടുക്കണ്ടാതിരിക്കണമെങ്കിലും ഒക്കെ അത് നമ്മളൊരു കാരണമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലെങ്കിലോ ഉമ്മ പറയും, ഓയ് ഓനക്കൊരു കുഴപ്പമില്ല, ഞമ്മക്കത് അറിയില്ലല്ലോ. ഇങ്ങനെയൊക്കെയാണ് രക്ഷിതാക്കൾ പറയാം. അറിയണം. നമ്മുടെ മക്കൾ വേറെ വഴി തെറ്റി പോകുന്നതും അവർ ലഹരികളിലേക്ക് എത്തപ്പെടുന്നതിനും പ്രധാനമായിട്ടും നമ്മുടെ പങ്കുണ്ട്. അമിതമായിട്ട് പണം കൊടുക്കുകയും അല്ലെങ്കിൽ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ വീട്ടിനകത്ത് നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ എവിടേക്ക് നീ പോകുന്നു, അല്ലെങ്കിൽ എന്താണ് നീ ചെയ്യുന്നത്, എന്താണ് നീ ഇങ്ങനെ ആകുന്നത് എന്ന വിഷയത്തിൽ വൈകി വരുന്ന മകനോട് നീയൊന്ന് നേരത്തെ വരണമെന്ന് പറയാൻ പ്രിയപ്പെട്ട മക്കൾക്ക്, മാതാപിതാക്കൾക്ക് കഴിയണില്ല. അവരത് ചെയ്യുന്നില്ല. അത് ഇതുവരെ ചെയ്യാത്തത് കൊണ്ട് ഇന്ന് അവർക്കത് പറയാനുള്ള അവകാശമില്ല, അവർക്കത് കഴിയണില്ല. കഴിഞ്ഞാൽ ചിലപ്പോൾ മകൻ്റെ അടുത്ത് നിന്ന് ചീത്ത കേൾക്കും, അല്ലെങ്കിൽ മകൻ്റെ അടുത്ത് നിന്ന് അടി കിട്ടും, അല്ലെങ്കിൽ മകൻ വിളിച്ചിട്ട് ചിലപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് എറിയും. ഇതൊക്കെ ചിലപ്പോൾ സംഭവിക്കും. അതില്ല യഥാർത്ഥ കാരണക്കാരനാരാ? അത് നമ്മൾ തന്നെയായിരുന്നു. കാരണം പറയേണ്ട സമയത്ത് നമ്മുടെ മക്കളെ വിലക്കേണ്ടത് നമ്മൾ വിലക്കിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. എൻ്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ഇപ്പോൾ ഓണാഘോഷവും പല രൂപത്തിലൊക്കെ നമ്മുടെ സ്കൂളുകളിലും ക്യാമ്പസുകളിലുമൊക്കെ നമ്മുടെ മക്കളത് നടക്കുന്നുണ്ട്. എന്താണ് അവർ ചെയ്യുന്നത്, ഏത് രൂപത്തിലാണ് അവർ പലതും പറയുന്നത്, കാട്ടുന്നത് എന്നുള്ളൊരു മുഖ്യ ധാരണ എൻ്റെ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ വേണം. ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരാം. എൻ്റെ അറിവിൽ ഒരു +2 പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട്. ഇവൻ സിഗരറ്റ് സ്ഥിരമായിട്ട് വലിക്കുമായിരുന്നു അത്രേ.
കഴിഞ്ഞ ദിവസം അവൻ്റെ വീട്ടിൽ അവൻ്റെ ഉമ്മ ഒരു പണി കൊടുത്തു അത്ര. വീട്ടിൽ കുറച്ച് വൃത്തിയാക്കാനും മറ്റൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്യാൻ കൊടുത്തു പറഞ്ഞു. അപ്പോൾ അവൻ പറയാണ്, എൻ്റെ ജീവിതത്തിൽ ഞാൻ സിഗരറ്റ് സ്ഥിരമായിട്ട് യൂസ് ചെയ്തിരുന്നു ഉസ്താദെ, പക്ഷേ അതിൻ്റെ ശേഷം ഞാൻ വല്ലാതെ വർക്കുകൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇന്നലെ ഞാൻ എൻ്റെ ഉമ്മ തന്ന ആ പണി ഞാൻ ചെയ്തപ്പോൾ എൻ്റെ ശരീരം ആകെ തളർന്നു പോവാണ്. എനിക്ക് എന്നെ തന്നെ പിടിച്ചിട്ട് കിട്ടുന്നില്ല, ഞാൻ ശരീരം കൊണ്ട് ക്ഷീണിച്ചു പോകുകയാണ് എന്ന് സങ്കടത്തോടു കൂടെ ആ പൊന്നുമോൻ പറയാണ്. ഞാൻ പറഞ്ഞു, മോനെ നീ അത് നിർത്തണം. ജീവിതത്തിൽ ഒരിക്കലും ഒഴിച്ചു കൂടാൻ പറ്റാത്ത കാര്യമൊന്നുമല്ലത്. ഒരുപാട് നഷ്ടങ്ങളാണ് നമുക്കതുകൊണ്ട് വരുന്നത്. നമ്മൾ സ്നേഹിക്കുന്നവർ നമ്മെ വെറുക്കാൻ ഇതൊരു കാരണമാണ് കേട്ടോ. അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്ക് നമ്മൾ അടുത്തേക്ക് വരൂല എന്ന് പറഞ്ഞപ്പോൾ ആ പൊന്നുമോൻ്റെ കണ്ണ് നിറയുന്നത് എൻ്റെ പ്രിയമുള്ളവരെ ഞാൻ കണ്ടു. അതുകൊണ്ട് ഇങ്ങനെ ഒരു സിഗരറ്റ് കൊണ്ട് ഇത്രത്തോളം ശരീരത്തിന് എഫക്റ്റ് ഉണ്ടെങ്കിൽ മറ്റുള്ള ലഹരികൾ അടിച്ചാൽ എത്രത്തോളമാണ് ശരീരത്തെ അത് ബാധിക്കുന്നത്, അത് എഫക്റ്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് എൻ്റെ പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഈ വിഷയങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ഓണാഘോഷം ബദിര് കടന്ന്, എന്താണ് ഓണാഘോഷം, അത് ആരാണ് നടത്തേണ്ടത്, അത് ആരുടെ ആചാരമാണ്, മതത്തിൻ്റെ ഭാഗമാണ് എന്ന് നമ്മൾ ആദ്യം ഒന്ന് ചിന്തിക്കണം. ഇന്ന് ഓണാഘോഷത്തിന് പല ആൾക്കാരും, ഇപ്പോൾ ഞാനൊക്കെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പല ആൾക്കാരും വന്നിട്ട് പറയണം, ഉസ്താദേ ടൗണിലേക്ക് ചെന്നാൽ ഏറ്റവും കൂടുതൽ ഈ സെറ്റ് സാരിയും മുണ്ടുമൊക്കെ എടുത്തിട്ടുള്ളത് അത് മുസ്ലിമീങ്ങളായ പെൺകുട്ടികളാണ്, ചെറുപ്പക്കാരാണ്, മക്കളാണ് എന്ന് കാണുമ്പോൾ സങ്കടം തോന്നുകയാണ് എന്ന് പല വാപ്പമാരും എൻ്റെ പ്രിയമുള്ളവരെ പറയുന്നത് കേൾക്കുന്നുണ്ട്. നമുക്ക് മതസൗഹാർദ്ദം എന്ന് നമ്മൾ പറയും, അവിടെ നമ്മൾ ചേർക്കുന്നത് മനുഷ്യർ തമ്മിലുള്ള വലിയൊരു സൗഹൃദമുണ്ട്. ആ സൗഹൃദത്തെയാണ് മനസ്സിലാക്കണം. മതങ്ങൾ അവരുടേതായിട്ടുള്ള ആചാരങ്ങളും അവരുടേതായിട്ടുള്ള കാര്യങ്ങളും ചെയ്തു വരുമ്പോൾ അത് സ്വന്തത്തിലേക്ക് ചേർത്ത് വെച്ചിട്ട് നമ്മൾ അതുപോലെയായിട്ട് മാറുന്ന ചില സിറ്റുവേഷൻ. ഓണമായാൽ സെറ്റ് മുണ്ടും സെറ്റ് സാരിയും ഷർട്ടുമൊക്കെ ഇട്ട് കുറി വരെ തൊട്ടുകൊണ്ട് അതുപോലെ തന്നെ നിൽക്കുന്ന പല ആളുകൾ, വീട്ടിനകത്ത് മറ്റേ അത്തപ്പൂടുന്ന ആളുകൾ, ഇങ്ങനെയൊക്കെ മുസ്ലിം സമുദായത്തിലുമുണ്ട് എന്ന് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടം തോന്നുകയാണ്. അതിൻ്റെ വശങ്ങൾ മനസ്സിലാക്കി റബ്ബ് നമുക്ക് ജീവിക്കാൻ തൗഫീക്ക് നൽകട്ടെ. മനുഷ്യ സൗഹാർദ്ദം ഒരു മതത്തിൻ്റെ ആചാരം എന്ന് പറയുമ്പോൾ നമ്മൾ പല ആൾക്കാരും അതിന് കേരളോത്സവമായിട്ട് ഏറ്റെടുത്തിക്കാണ്. അവരുടെ പണ്ഡിതന്മാർ പറയുന്നത്, അവരുടെ മതത്തിൻ്റെ ആചാര്യന്മാർ പറയുന്നത് ഞങ്ങളുടെ മതത്തിൻ്റെ ആചാരമാണ് എന്നതാണ്. പക്ഷേ ആരൊക്കെയോ കൂടി കുറച്ച് ആൾക്കാരുടെ ഏറ്റെടുത്തിട്ട് അത് കേരളോത്സവമാക്കി മാറ്റപ്പെട്ട ഒരു സാഹചര്യമാണ്. ഇരുവശങ്ങളും നമ്മൾ മനസ്സിലാക്കുക. റബ്ബ് നമുക്ക് ചിന്തിക്കാനും പറയാനും റബ്ബ് തൗഫീക്ക് നൽകട്ടെ. നന്മയുടെ പക്ഷം അല്ലാഹു ചേർത്ത് തരട്ടെ.